നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്തിനൊപ്പം ഈ സംഭവത്തിന്റെ ഒരു ദൃക്സാക്ഷിയുണ്ട്. അഭിജിത്ത്, നമ്മൾ ഈ കാണുന്ന വലിയ വ്യാപ്തിയുള്ള ദുരന്തം അതെങ്ങനെയാണ് അവിടേക്ക് വന്നു വീണത് എന്ന് നേരിട്ട് കാണുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ഇപ്പോഴും ഭീതിയുമുണ്ട്. മധു, അക്കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ ഉള്ളത് ഹംസക്കാടൊപ്പമാണ്. ഹംസക്കാട് വീട് എന്നുള്ളത് ഈ അപകടം നടന്നതിന് മീറ്ററുകൾ മാത്രം, ഏതാണ്ട് 10-15 മീറ്ററുകൾ മാത്രം ഇപ്പുറമാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഹംസക്ക് ഇവിടെയുണ്ട്. ഈ കാഴ്ച ഹംസക്ക് കാണുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എന്താ സംഭവിച്ചത്? സംഭവിച്ചാൽ മോനെ കൂട്ടാൻ പോയതാണ്. പേരക്കുട്ടിയെ കൂട്ടാൻ പോയിട്ട് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. മോനെ കൊണ്ട് കയറ്റിപ്പിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. ഒരു 10 മീറ്ററിൻ്റെ അടുത്തുള്ള ഗേറ്റിൻ്റെ അടുത്ത് അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒലിച്ചിറങ്ങുന്നത്. മണ്ണ് ഒലിച്ച് വരും. ആ വണ്ടി വരുന്നുണ്ട്. ബസ്സതിൽ വന്ന് മറ്റേ ലോറി വെള്ളമടിക്കണ ലോറി റോഡ് നടക്കണ്ട ചളി മാറ്റണ വെള്ളമടിച്ച് വന്നാണ് അതും കൂടി ഇറങ്ങി വരുന്ന കണ്ട. ആളുകളൊക്കെ ഓടുന്നുണ്ടായിരുന്നു? ആ, അവിടെ ഉണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡിൽ കുറേ ആളുണ്ട്. അതിലിപ്പോൾ അർണമലക്കാരാണ് കുറച്ച് ആൾക്കാർ കുട്ടികളുള്ളത്. ഇതൊക്കെ കൊണ്ടുപോയി. പിന്നെ മീനാക്ഷി എസ്റ്റേറ്റ് 2 പണിക്കാരുണ്ടായിരുന്നു. ഒരു ഭാര്യ ഭർത്താവ്. അവരാണ് ഞാൻ പറഞ്ഞു ഓടി രക്ഷപ്പെട്ടത്. വീണ്ടൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പം മറ്റേ വണ്ടിക്കാരുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വണ്ടിയൊക്കെ എത്തിയത്. ആൾക്കാരൊക്കെ എത്തിയപ്പോൾ പിന്നെ റോട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായി. ചളിയും ആ മണ്ണും ചളിയും തന്നെയായിരുന്നു. പിന്നെ അവരെ പണിശാൻ തന്നെ കുറേ വന്ന് കൊണ്ട് അടിച്ച് നിന്ന് റോഡൊക്കെ ബ്ലോക്കായി. കുറേ വഴി കിടക്കുന്നുണ്ട്. നല്ല സ്പില്ലാവുന്നത്. അങ്ങനെ മണ്ണൊന്നാങ്ങോട്ട് ഒഴുകി വരുന്നത്. അതിൽ ഈ പുഴയിലൊരു ബസ് കിടക്കുന്നുണ്ടായിരുന്നു. ആ ബസ് ഒക്കെ കണ്ടിരുന്നു? ആ, ബസ് അവിടെ നിർത്തിയിട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കയറി വരുമ്പോൾ ബസ് നിർത്തിയിട്ടേക്ക് അവിടെ. അതിന് ആളൊക്കെ ഇറക്കിയിട്ട് ബസ് നിർത്തിയിട്ടാണ്. പണിക്കാരെ കൊണ്ട് ഇറക്കി നിർത്തിയിട്ടാണ്. പിന്നെ ഇവിടത്തിൻ്റെ ആശാണ് ബസ്സൊക്കെ അടിച്ച് വരുന്നത് കാണുന്നത്. ഈ ബസ്സിൽ ആളുണ്ടായിരുന്നില്ല? ഇല്ല, ബസ്സിൽ ആൾ നിർത്തിയിട്ട് ഉണ്ട്. ഡ്രൈവർ അങ്ങനെ ആരെങ്കിലും? ഡ്രൈവറെ കണ്ടിട്ടില്ല. ഇല്ല. ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല? ഇല്ല. ചളിയോടുകൂടി ബസ് അടിച്ച് വരിക. മറിഞ്ഞ് വന്നിട്ടാണ് പൊയ്ക്ക് ഒന്ന് ചാടും. പൊയ്ക്ക് ചാണ്ടൊക്കെ നോക്കി നിൽക്കുക. അങ്ങനെ ആ പെണ്ണുങ്ങൾ അവിടെ നിന്ന് കരഞ്ഞ് പിടിച്ച് കൊണ്ട് ഉള്ളിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പുറത്ത് ഏട്ടാണ്ട് വീട്ടിൽ പോയി. ഈ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു? ഒരു വീടിൻ്റെ ഒരു ആ വീടിനെ പോയി അവരോ പിന്നെ വല്ല മരുമകനും മോളും ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. കുഞ്ഞ് ബാത്റൂമിൽ പെട്ട് എന്നാ പറഞ്ഞത്. അത് നമ്മൾ കണ്ടില്ല. ഒരാൾ പറഞ്ഞു കേട്ടാണ്. അവരപ്പം ഇങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ വല്ല കണ്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപകടം ഉണ്ടാകുമ്പോഴേക്കും അവരോട് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഇങ്ങനെ ഈ മണ്ണിടിയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേടിയോ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ അങ്ങനത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായില്ല. ഇതിനു മുമ്പ് ഉണ്ടായില്ല? അവന് ചൂരാന്മേല ഉണ്ടായിരുന്നു. ചൂരാന്മേല ഉണ്ടായി. മുണ്ടക്കായി പൊട്ടുമ്പോൾ ഞാൻ അവിടെ പോയാളാണ്. മുണ്ടക്കായി സ്ഥലത്തൊക്കെ പോയാളാണ് ഉരുൾ പൊട്ടുമ്പോൾ. ഇപ്പം നമ്മളെ വീട് എന്ന് പറയുന്നത് അപകടം നടന്നതിൻ്റെ തൊട്ടടുത്താണ്. തൊട്ടടുത്താണ്. ഈ വീട് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പോകണം. ഇതാണ് നമ്മളെ ഫസ്റ്റ് അതിര് വീടിൻ്റെ. ഇങ്ങോട്ടേക്കൊന്നും മണ്ണ് വന്നിട്ടില്ല. ഇത് ഒന്നുമില്ല. എന്തോ ഒരു ഭാഗ്യത്തിൽ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. നമ്മളെ വഴിയൊക്കെ അടഞ്ഞുപോയി. അടഞ്ഞു പോയി. അത് ഓരോന്ന് ഇപ്പോൾ JCB മണ്ണ് എടുക്കുന്നുണ്ട്. അവിടുന്ന് 2-3 ആളെ കിട്ടിയിട്ടുണ്ട്. പൈസ ആളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പൈസയിൽ ഒരാൾ കിട്ടിയിട്ടുണ്ട്. 3-4 ആളെ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. അവർ 3 ആളായിട്ട് എടുത്തത്. ഇന്ന് പണി നടക്കുന്ന ദിവസമല്ല എന്ന് പറയുന്നു. അപ്പോൾ പണിസ്ഥലത്ത് ആളുകളില്ലെങ്കിലും ബാക്കി പരിസരങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവും. പണിക്കാരില്ല. പണിക്കാർ ഇത് നിർത്തിവെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. മണ്ണിൻ്റെ പണിക്കാരെ നിർത്തിവെച്ചിട്ട് മറ്റുള്ള പണിക്കാർ ഉണ്ട്. ഈ പ്ലാസ്റ്റിക് വിരിക്കണേ, മണ്ണിൻ്റെ മേലെ പ്ലാസ്റ്റിക് വിരിക്കണേ, വെള്ളം ഒഴിവാക്കണേ, അങ്ങനെയുള്ള അത് മുകളിലാട്ടോ പണിക്കാർ ഉള്ളത്. ഏറ്റവും മുകളിൽ അവരിന്നും പണിയെടുത്തു. ഇന്നും കണ്ടിരുന്നു അവർ. ഇന്ന് അവിടെ ബസ്സിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത്. കള്ളാടിയാണ് ഒരു താമസങ്ങൾ. അവിടുന്ന് ആൾ വരുന്നുണ്ട്. ആളൊക്കെ വരുന്നുണ്ട്. എനിക്ക് പറയാൻ 10-30 ആളുണ്ടെന്ന് അവിടെ. ഇന്നും അവരെ അങ്ങനെ ബസ്സിൽ കൊണ്ടുപോയി ഇറക്കിയിരുന്നു? ഇറക്കിയിരുന്നു. ബസ്സിൽ കൊണ്ടിറക്കി ബസ്സാണ് നിർത്തിയിട്ട് ബസ്സാണ്. അതുകൊണ്ട് മേപ്പാടുന്നൊക്കെ ഇവർ കൊണ്ടുവരുന്നു. ആളെ കൊണ്ടുവരുന്നു. താമസ സ്ഥലത്തു നിന്നൊക്കെ തന്നെ ആളെ കൊണ്ടുവരുന്നു. 1-2 ആഴ്ച ആയിട്ട് കൊണ്ടുവരുന്നില്ല. മണ്ണിൻ്റെ പണിക്കാരൊന്നും വരുന്നില്ല. ലോറിക്കാർ ഡ്രൈവർമാരൊക്കെ നാട്ടിൽ പോയി. കുറേ അറിയുന്ന കുറേ ആൾക്കാരുണ്ട് അവർ. ഇവരുടെ ക്യാമ്പുകളൊക്കെ ഇവിടെയാണല്ലോ, താമസ സ്ഥലമൊക്കെ ഇവിടെയാണല്ലോ ഈ തൊഴിലാളികൾ. അതിലൊക്കെ കുറേ പേരുണ്ടോ? അതിലൊക്കെ കുറേ പേരുണ്ട്. നമ്മളെ എസ്റ്റേറ്റ് പാടി ഇങ്ങനെ കിട്ടിയിട്ടിരിക്കല്ലേ. അല്ല, എല്ലാവർക്കും ഓരോ കുടുംബമുണ്ട്. ഫാമിലി ആയിട്ടല്ല. ഫാമിലി കണ്ടില്ല. തുടക്കത്തിൽ ആ വീട് കെട്ടുമ്പോൾ ഫാമിലി ആയിട്ടാണ് കെട്ടിയെന്ന്. അവർ ഫാമിലി നടക്കാൻ. ഇപ്പോൾ ഫാമിലിയൊന്നും ഇല്ല തോന്നുന്നു. ഇപ്പോൾ അവർ തൊഴിലാളി മാത്രം. അത് കുറേ പേരുണ്ടോ ഈ ക്യാമ്പുകൾ? കുറേ ഉണ്ട്. ഇവിടെയും ക്യാമ്പുണ്ടൊന്ന്. ഒരു ക്യാമ്പ് തന്നെ. ഇവിടെയും നല്ലൊരു 3-4-5 വീട് ഇവിടെ ഉണ്ട്. ഇതിലാണ് ആ മണ്ണിട്ട് ഇങ്ങനതാ
അത് അങ്ങോട്ട് പോയാൽ 4-5 വീടുണ്ട്. അവിടെ ഉണ്ട് പണിക്കാരൻ്റെ ഒക്കെ പോയിക്കണം, നാട്ടിൽ പോയിക്കണം. അവർ കംപ്ലീറ്റ് കുറേ പേര് നാട്ടിൽ പോയിട്ടുണ്ട്. കംപ്ലീറ്റ് നാട്ടിൽ പോയിക്കണം. അപ്പോൾ ഈ ചില്ലറ പണിക്കാർ മാത്രമേ ഇവിടെ നിൽക്കണുള്ളൂ. ഈ പാറ പൊട്ടിക്കുന്ന അങ്ങനെ ഈ മണ്ണ് കുറേ ഈ ക്യാമ്പിൻ്റെ ഒക്കെ മുകളിലേക്ക് വന്ന് വീണിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, അറിയാവോ അത്? അതിലാളുകളൊക്കെ നാട്ടിൽ പോയത്, മണ്ണിൻ്റെ പണിക്കാരൊക്കെ പോയതാണ്. മണ്ണിൻ്റെ പണിക്കാരൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കള്ളാടി എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ പുറത്തുനിന്ന് അവിടെ നിന്നാണ് കുറച്ച് ആൾക്കാർ വരുന്നത്, പിന്നെ അവിടെ നിന്ന് ആൾക്കാർ വരുന്നത്. അവർ ബസ്സുണ്ട് കൊണ്ടുപോയി. ഈ ബസ്സാണ് ഇവിടെ കിടക്കുന്നത്, ആളെ കൊണ്ടുപോകണ ബസ്സാണ് ഇവിടെ ഉള്ളത്. ഈ ഇത് ചൂരൽമലയിലേക്കുള്ള ഒരു വഴിയാണല്ലോ, 900 കണ്ടിയിലേക്ക് പോകുന്നതും ഈ വഴിയാണല്ലോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ അകപ്പെട്ടിട്ടുണ്ടോ? ആരും വന്നില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നും വാഹനം വന്നില്ല, ഇവിടെ നിന്നും വാഹനം വന്നില്ല, 2 സ്ഥലത്തും വാഹനം വന്നില്ല. നോക്കുമ്പോൾ ആ സമയത്ത് വാഹനം വന്നില്ല. ആകെ ബസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ബസ് മാത്രം. അത് നിർത്തിയിട്ടായിരിക്കും അതിൽ ആളുണ്ടായിരുന്നു. അവരെ വണ്ടികളുണ്ടായിരുന്നു അവിടെ. മണ്ണിൻ്റെ അടി കമ്പനിയുടെ വണ്ടി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതിന്റെ അടുത്തൊക്കെ ആൾക്കാരും വണ്ടിക്കകത്തൊക്കെ ആൾക്കാരുണ്ട്. ആൾക്കാർ അവിടെ ഒരു ഈ പഞ്ച് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ. എന്താ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. പഞ്ച് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആളുണ്ട്. അവിടെ ആൾ ഇഷ്ടംപോലുണ്ട്. അവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെയാണുള്ളത്? ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ഒക്കെ മേപ്പാടി താമസം. ഇവിടെയുണ്ടോ അവർ? ഇവിടെ ഉദ്യോഗസ്ഥന്മാരും ഞാൻ കണ്ടില്ല. അവിടെ നിന്ന് വരല. അവർക്ക് വേറെ ആയിട്ടുള്ള വണ്ടി ഉണ്ട്, ആ വണ്ടിയിൽ വരലാണ് അവർ. എന്തായാലും ഇങ്ങോട്ടേക്കൊന്നും മണ്ണ് വരാത്ത ആശ്വാസമല്ലേ നമ്മളെ ഭാഗ്യം. അതിന് ചുമരൊക്കെ ഒന്ന് കുലുങ്ങി ആ സമയത്ത് നമ്മളെ പെണ്ണുങ്ങൾ ഓടി പുറത്തിറങ്ങി. പെണ്ണുങ്ങളും നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടായി. പുറത്തെ അവരൊക്കെ പോയി ഓടി പുറത്തിറങ്ങി. പെണ്ണുങ്ങൾ കരച്ചിലൊക്കെ തുടങ്ങി. ഞാൻ പട്ടാങ്കണ്ട ഉള്ളിലേക്ക് കയറുകയാണ്. അത് പൊട്ട് കാണുന്നു. ഇവിടുന്ന് കാണാം കുലുങ്ങിനെ താകണ്ട. ഈ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ ഉമ്രക്ക് പോയിരിക്കുന്നു. 2-3 ഉമ്മർക്ക് പോയി. ഭാര്യ ഭർത്താവും ഒക്കെ ഉമ്മർക്ക് പോയി. കുട്ടികൾ മാത്രമാണ് ഒരു പേരക്കുട്ടി, പിന്നെ ഒരു മോള്, മൂത്ത മോള്, ഒരു കുട്ടി, ഉള്ള ഭർത്താവ്. അവർ ആശുപത്രിയിലോട്ട് മാറ്റി. അറിയാം എവിടെ പോയി ഞാൻ അറിയില്ല. അവരവിടുന്ന് അപ്പം തന്നെ വിട്ടിട്ടുണ്ട്, സാള് വിട്ടിട്ടുണ്ട്. എങ്ങോട്ടാണ് മാറ്റിക്കുന്നത് നമ്മൾ അറിയില്ല. പിന്നെ അത് അന്വേഷിക്കാൻ സമയം കിട്ടില്ല. ഓടി പച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി കിട്ടിയില്ല. ഏതായാലും മാധു, അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വീട് എന്നുള്ളത് ഏതാണ്ട് മീറ്ററുകൾ മാത്രം ഇപ്പുറമാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹം കാണുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം മീറ്ററുകൾ മാത്രം ഇപ്പുറമുള്ള ഒരു വീടാണിത്. ഇദ്ദേഹം ഈ വഴിയിലേക്ക് അദ്ദേഹം ഇറങ്ങി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നതും പിന്നാലെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നത്. പിന്നാലെയാണ് ഈ മണ്ണ് കുത്തിയൊലിച്ച് താഴേക്ക് വരുന്നതും അതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതുമായി കാഴ്ച അദ്ദേഹം കാണുന്നത്. ബസ് ഉണ്ടായിരുന്നു, ആ ബസ്സിനകത്ത് ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല മറ്റ് വാഹനങ്ങളൊന്നും ഈ സമയം ഇതുവഴി പോയിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അത് എത്രത്തോളം നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ അദ്ദേഹം ഈ സമയത്ത് ഇവിടെ കാണുന്ന സമയത്ത് ഈ വഴി വാഹനങ്ങളൊന്നും പോയിരുന്നില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. മാത്രമല്ല ഈ ബസ്സിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണല്ലോ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു കുറച്ച് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത്. എന്താണ് അത് സംബന്ധിച്ച് കിട്ടുന്ന സ്ഥിരീകരണം അഭിജിത്ത്? മാധു, ഇന്ന് മഴയുള്ളതിനാൽ തന്നെ ജോലി എടുക്കുന്നില്ല, ജോലി മറ്റു പ്രവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിച്ച സ്ഥിരീകരണം. പക്ഷേ അദ്ദേഹം ദൃക്സാക്ഷിയാണ്. അദ്ദേഹം ഇത് കണ്ടത്, അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല മേപ്പാടിയിൽ നിന്ന് ബസ്സിൽ ആളുകളെ കൊണ്ടുപോയി അവിടേക്ക് ഇറക്കിയിരുന്നു എന്നുള്ളതാണ് ഹംസ പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കിനി മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെയെങ്കിൽ അത് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാധു. കൂടുതൽ പേരെ ഈ വാഹനത്തിൽ അവിടെ കൊണ്ടുപോയി ഇറക്കി എന്നുള്ളൊരു വിവരം ഹംസയ്ക്ക് ഏതായാലും പങ്കുവെക്കുന്നുണ്ട്. ഈ സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഈ പണിയെടുക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. പഞ്ച് ചെയ്യുന്ന ആ ഓഫീസിൻ്റെ ഭാഗത്തായി ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ കമ്പനിയുടെ വണ്ടികളും വാഹനങ്ങളും ലോറികളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാഹനത്തിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. മാത്രമല്ല ഈ പരിസരത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി എന്നുള്ളത് അല്പം കൂടി വർദ്ധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് മാധു നിലവിലുള്ളത്. പക്ഷേ നിലവിൽ ഇവർ പറയുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 7 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോഴൊരു മൃതദേഹം കൂടി ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 5-6 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പക്ഷേ കണക്കുകൾ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 30ഓളം പേരെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊന്നും നമുക്കൊരു സ്ഥിരീകരണം നൽകാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടി കണക്കുകൾ അതല്ല. കൂടുതൽ പേര് ഇവിടേക്ക് വരാൻ
സാധ്യതയുണ്ട്, ആളുകളൊക്കെ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ കൂടിയാണ് മധു. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മീറ്ററുകൾ മാത്രം ഇപ്പുറം, അത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അത് നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ഒരു ഭയാനകത മനസ്സിലാവും മധു. മീറ്ററുകൾ മാത്രം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ മീറ്ററുകൾ മാത്രം ഇപ്പുറമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ഇടയ്ക്ക് മഴ മാറി നിന്നതിന് ശേഷം വീണ്ടും മഴ പെയ്യുന്നുണ്ട് മേഖലയിൽ. ഈ അപകടം നടന്നിടത്ത് നിന്ന് ഇപ്പോഴും മണ്ണും വെള്ളവും ഒലിച്ചിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി അവിടെ നിൽക്കുന്നത്.